LPG ക്ഷാമം മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിനെ ബാധിക്കുന്നു. കോഴിക്കോട് മാവൂർ റോഡിലെ കോർപ്പറേഷൻ പൊതുശ്മശാനത്തിൽ 4 മൃതദേഹങ്ങൾ തിരിച്ചയച്ചു. ഗ്യാസ് ചേംബറുകളിൽ സംസ്കാരം നടത്താൻ ആവശ്യമായ LPGയുടെ കുറവാണ് പ്രതിസന്ധിയിലേക്ക് നയിച്ചത്. LPG ക്ഷാമം രൂക്ഷമായതോടെ കോഴിക്കോട് നഗരത്തിലെ പൊതുശ്മശാനം ഭാഗികമായി നിശ്ചലമാണ്. വൈദ്യുത ചൂള കഴിഞ്ഞ 2 മാസമായി തകരാറിലാണ്. ചകിരി ഉപയോഗിക്കുന്ന സാധാരണ ചൂള ഉപയോഗശൂന്യവും. ഒരു മൃതദേഹം സംസ്കരിക്കാൻ 25 കിലോ ഗ്യാസ് വേണം. ശരാശരി 1.5 സിലിണ്ടർ. 12 സിലിണ്ടറുകൾ ഒരേ സമയം ഘടിപ്പിക്കേണ്ട വാതക പ്ലാന്റിലേക്ക് ആവശ്യമായ സ്റ്റോക്ക് എത്തുന്നില്ല. വിഷയത്തിൽ കോർപ്പറേഷൻ അടിയന്തരമായി ഇടപെടണമെന്ന് കൗൺസിലർ ജിഷ ശബരീഷ് പറഞ്ഞു. 2 ചൂളയുള്ളതിൽ ഒരു ചൂള ആയിരുന്നു പ്രവർത്തനക്ഷമമായിരുന്നില്ല. അത് ഇപ്പം പ്രവർത്തനക്ഷമമല്ല. ഇലക്ട്രിക് ശ്മശാനവും ഇപ്പോൾ പ്രവർത്തനക്ഷമമല്ല. പിന്നെ ഗ്യാസിൽ കൊണ്ട് മാത്രം ഓടിപ്പോയ ഒരു സ്ഥാപനമാണ് ഇതും ഇപ്പോൾ നിലച്ച മട്ടാണ്. ചൊവ്വാഴ്ച എത്തിയ 6 മൃതദേഹങ്ങളിൽ 2 മാത്രമാണ് സംസ്കരിക്കാനായത്. ബാക്കി 4 മൃതദേഹങ്ങളും മറ്റ് ശ്മശാനങ്ങളിലേക്ക് മാറ്റേണ്ടി വന്നു. LPG ക്ഷാമം ഹോട്ടൽ വ്യവസായത്തെ മാത്രമല്ല പൊതുസേവനങ്ങളെയും ബാധിച്ചിരിക്കുകയാണ്. 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.